അപ്പോൾ രാവിലെ തന്നെ ഒരു പൊറോട്ടയിലേന് ഞാനങ്ങനെ പരിപാടി ആരംഭിച്ചു കേട്ടോ. നേരെ എറണാകുളം വിട്ടേനു. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടേനെ ഓർഡർ ചെയ്ത്. പൊറോട്ടേൻ്റെ ഒപ്പം ഇതേമാതിരി നമ്മളെ ചങ്ങേൻ്റെ ഒപ്പം മുട്ടക്കറിയേനും എടുത്തേട്ടാ. മുട്ടക്കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവിനും ഒറ്റക്കറിയേനും പറഞ്ഞ്, പക്ഷെ നമുക്ക് രണ്ടാക്കും ആ കറി അങ്ങ് തികഞ്ഞിന് കേട്ടോ. പിന്നെ ഒരു മുട്ടയുണ്ട്, അത് നമ്മൾ ഹാഫ് എടുത്ത് ഇതേമാതിരി മുട്ട അങ്ങ് എടുത്ത് അങ്ങ് കഴിച്ചേട്ടാ. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. പൊറോട്ട അത്ര വലിയ സൂപ്പറൊന്നുമല്ല, മുട്ടക്കറിയും എല്ലാം കുഴപ്പമില്ലാണ്ട് നമ്മളങ്ങ് കഴിച്ചു. പിന്നെ നമ്മളങ്ങ് മെട്രോയിലങ്ങ് കയറി കേട്ടോ. മെട്രോയിൽ നമ്മളെ ബാഗൊക്കെ സ്കാൻ ചെയ്യാൻ നോക്കി തന്നിട്ട് ഇത് കയറുന്നുണ്ടായില്ല. അവസാനം എങ്ങനെയല്ലോ ഉന്തി കയറ്റുക ചെയ്തിന് കേട്ടോ. അവസാനം നമ്മളിതെല്ലാം കയറി ടിക്കറ്റെല്ലാം എടുത്ത് പിന്നെ ഞാനങ്ങ് എൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ അങ്ങ് കയറി പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മളെ മെട്രോ ട്രെയിനങ്ങ് വന്ന് അവിടെ അങ്ങ് നിർത്തി. പിന്നെ ഡോറിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന കാലത്തങ്ങ് നിന്ന് കേട്ടോ. ഡോറങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നതിന് ശേഷം ഇതേമാതിരി ആൾക്കാരെല്ലാം ഇറങ്ങി അങ്ങ് പോയി. ആൾക്കാരെല്ലാം ഇങ്ങനെ കുറച്ചങ്ങനെ ഇറങ്ങിപ്പോയാലും ഞാനങ്ങ് കയറി കേട്ടോ. സീറ്റൊന്നും ഉണ്ടായില്ല, നല്ല തിരക്കുണ്ടായിനു. ഇനി ഇതേമാതിരി ഓരോ സ്റ്റേഷൻ അവിടെ എഴുതി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്റ്റേഷൻ്റെ പുറത്തിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഓരോ സ്ഥലം കാണുന്നുണ്ടായിരുന്നു. സീറ്റൊക്കെ ഫുള്ളി ഫില്ലായിരുന്നു, ഒറ്റ സ്ഥലം ബാക്കി ഉണ്ടായില്ല. ഭയങ്കര തിരക്കായിരുന്നു, എന്താ പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാലും നമ്മളെ സ്റ്റേഷനിലങ്ങ് എത്തി കേട്ടോ. സ്റ്റേഷനിലങ്ങ് എത്തിയാലും നമ്മൾ മെല്ലെ അങ്ങ് ഇറങ്ങി. ഇതേമാതിരി എസ്കലേറ്ററിലങ്ങ് താഴെ അങ്ങ് ഇറങ്ങി അങ്ങ് കൊടുത്ത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ താഴെ അങ്ങ് ഇറങ്ങിയാലും നമ്മളെ മുകളിലേക്ക് അങ്ങ് വിട്ട കേട്ടോ. നേരെ നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് നമ്മളങ്ങ് എത്തി കേട്ടോ. ഇതേമാതിരി ഇറങ്ങിയ പാടെ തന്നെ ലുലുവിൻ്റെ എൻട്രൻസിൽ ഇതേമാതിരി എൻട്രൻസ് ബോർഡ് നമ്മളവിടെ കണ്ട കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്കൂടി മെല്ലെ അങ്ങ് നടന്നങ്ങ് കയറുമായിരുന്നു. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലങ്ങ് മെല്ലെ നടന്നങ്ങ് കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ഓരോരോ നമ്മളെ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ മെല്ലെ തുടങ്ങിയിട്ട്. ഇതേമാതിരി ഫസ്റ്റ് കണ്ട് നമ്മളെ കുൽഫിയനും അതിനകത്തൊരു നല്ലൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതിൻ്റെ അകത്ത് കയറിയിട്ടൊന്നുമില്ല, പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് തിന്നാൻ. പിന്നെ ഓരോരോ നമ്മളെ അടിപൊളി റീബോക്കിൻ്റെ ഷോറൂമെല്ലാം കണ്ട് നല്ല വലിയൊരു ചെരുപ്പന്നെ അവിടെ ഞാൻ കണ്ടിന് കേട്ടോ. പിന്നെ ഇതേമാതിരി സൈഡിൽ ഇങ്ങനെ മസാജിങ് ചെയർന്ന് കണ്ട് കേട്ടോ. അതിൻ്റെ അകത്താണെങ്കിലും ഒരാൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൈഡിലാണ് നമ്മളെ പൈസ കണ്ട് അപ്പാടെ തന്നെ ഞാൻ നടന്ന് എണീച്ചങ്ങ് മാറിയങ്ങ് കൊടുത്താട്ടോ. പിന്നെ ഇപ്പുറത്ത് തന്നെ കുറേ അടിപൊളി കിടിലൻ ഷോപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ക്രോക്സ് അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് വരുന്ന നമ്മൾ അഡിഡാസിൻ്റെ നമ്മളെ ഷോറൂം അങ്ങനെ കണ്ട കേട്ടോ ഷോപ്പ്. പിന്നെ നമ്മുടെ അവിടെ കയറാനൊന്നുമില്ല, എന്നാലും ഒരു കൗതുകം കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്താണ് നല്ല അതൊരു അടിപൊളി ഡിസ്പ്ലേയിലേക്ക് ഹംലേസ്ന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേലോട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി അങ്ങ് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ഇപ്പുറത്ത് തന്നെ നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ സംഭവം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ടീം ഇന്ത്യ. പിന്നെ ഒരു കിഡ്സിൻ്റെ ഷോപ്പ് ഞാൻ കണ്ട കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ കയറി ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേമാതിരി ഒരു മീനിൻ്റെ സംഭവം കണ്ട്, വായ തുറക്ക് ഇങ്ങനെ കടിക്കുന്ന മീനിനെ. പിന്നെ ഇതേമാതിരി നമ്മളെ കംപ്ലീറ്റ് ഷോപ്പിൻ്റെ വ്യൂ ഉണ്ടായി. അത്യാവശ്യം കുറച്ച് വലിയ ഷോപ്പ് തന്നെയായിരുന്നു, ഫുൾ ലേഡീസ് സ്റ്റാഫിനും അവിടെ ഉണ്ടായി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മണ്ണുമാന്തിനെ ഞാൻ കണ്ടേ. മണ്ണുമാന്തി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം പിന്നെ മേടിക്കാൻ ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, കണ്ടെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ ചെറുതിൽ ഏതോ കാർട്ടൂണിൽ കണ്ട പോലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പച്ച സാധനത്തിനെ തന്നെ അവസാനം എനിക്ക് പറ്റിയ ഐറ്റംസാണ് പിന്നെ കണ്ടത്. നമ്മളെ ബോളും ബാഡ്മിൻ്റൻ്റെ ബാറ്റെല്ലാം അതെല്ലാം കണ്ട് പുറത്തിറങ്ങിയാലും നമ്മളെ ഫുഡ് കോർട്ട് ഞാൻ കണ്ട കേട്ടോ. ഫലൂദ നേഷൻ, സബ്വേ അങ്ങനെ പോലത്തെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ വെറുതെ നോക്കി നിന്നതെന്നുള്ളൂ, അവിടെ നിന്നൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ അതിൻ്റെ കുറച്ചിപ്പുറത്ത് നമ്മളെ മറ്റേ ഗെയിമിംഗ് സോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഗെയിമിംഗ് സോണിൽ അടങ്ങി വെറുതെ കയറി നോക്കാമെന്നങ്ങ് വെച്ചാട്ടോ. അപ്പോൾ കയറിയപ്പോൾ അവിടെ തന്നെ പിള്ളേർ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന എന്തോ സാധനത്തിലായിരുന്നു ഞാൻ കണ്ടത്. നല്ല എന്തോ ഒരു നല്ല കറക്കമുണ്ട്, പിള്ളേരെല്ലാം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. നല്ലോണം എന്താ ചിരിക്കുന്ന പോലെയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നേരം നമ്മളെന്തോ ഒരു കുതിര സവാരി പോലത്തെ സാധനമാണ് ഞാൻ കണ്ടത്. അതിൻ്റെ മേലെ തന്നെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഇതേമാതിരി ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം കണ്ട് അതിൻ്റെ ഉള്ളാങ്കിൽ ലേശം പിള്ളേരെ പോലെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം ആണെങ്കിൽ നല്ല ഒച്ചപ്പാടിൽ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. പിള്ളേരെല്ലാം തല കറങ്ങുന്നുണ്ടോ എന്നെൻ്റെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി കളറും മാറുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് തൊട്ടിപ്പുറത്ത് തന്നെ ഇതേമാതിരി നമ്മളെ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ടും താഴോട്ടുള്ള പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ കയ്യെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ കൂടി മുന്നോട്ട് വന്ന ഇതേമാതിരി കാറുണ്ടായിരുന്നു.
അവിടെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാം കൂടി ഇങ്ങനെ കാർ ഓടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിങ്ങനെ വന്നിട്ട് നമ്മളെ KFC ഞാൻ കണ്ട കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെയും ഒരു ഗെയിമിംഗ് സെൻറ്റർ കാണാണ്ട് ആടെയാണെങ്കിൽ ഒരുപാട് കാറിൽ ഓടിച്ച് കളിക്കുന്ന ഗെയിമെല്ലാം ഉണ്ടായി. അതിനകത്ത് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാം ഉണ്ട്. കുറച്ചിപ്പുറത്ത് വന്നേരം എന്തെല്ലാം ക്ലോക്ക് പിന്നെ വേറെ എന്തെല്ലാം ഓടിച്ച് കളിക്കേണ്ട ഗെയിംസ് എല്ലാം ഞാൻ കണ്ടത്. അതിൻ്റെ കുറച്ചിപ്പുറത്ത് തന്നെ വേറെ ആയിട്ടുള്ള കുറേ ഡിഫറൻസ് ആയിട്ടുള്ള ഗെയിംസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെയും കുറച്ചും കൂടി മുന്നോട്ട് വന്ന് ഈടെ നിന്നേരേനും ഒരു ചങ്ങായി ഇടുന്നുണ്ടായി. എന്തായിരുന്നു ആ സംഭവത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഇയാൾ വിട്ടില്ലേനും. കുറച്ചിപ്പുറത്ത് വന്നൊരു വണ്ടി ഓടിക്കലല്ല വേറെ എന്തെല്ലാം പരിപാടി തന്നെ ഉണ്ടായി. എന്തായാലും ബോണസ് പോയിൻറ്റ്സ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് നേരം ഒരു മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ കണ്ടത്. മിഷൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് എന്തോ തോന്നുന്നു ഇവിടെ കളിക്കാൻ ആരുമില്ല, എന്താണെന്നറിയില്ല. പിന്നീട് ഒന്ന് സ്കൂബി ഡൂ, പിന്നെ വേറെ എന്തെല്ലാം സംഭവമെല്ലാം ഉണ്ടായി. ടീനേജ് മ്യൂട്ടൻ്റ് നിഞ്ച ടർട്ടിൽ എല്ലാം പറഞ്ഞിട്ടുള്ള എന്തെല്ലോ പരിപാടീസെല്ലാം ഉണ്ടായി. പിന്നെ എന്തോ ഡീൽ ഓർ നോ ഡീൽ, എന്താണ് നമ്മൾ പണ്ടത്തെ ഡീൽ ഓർ നോ ഡീൽ ഓർമ്മ വന്നത്. പിന്നെ ഇവിടെ നമ്മളെ പഞ്ചവസ്തുവിൻ്റെ നമ്മളെ കൈ ഞാനങ്ങാണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നേരം എൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായി. എന്തെല്ലാം കളിക്കണ്ടേ, എന്തെല്ലാം കാർണിവൽ കപ്സോ അങ്ങനെയെല്ലാം പറഞ്ഞ് എന്തെല്ലാം ഞാൻ കണ്ട്. പിന്നെ കുറച്ചും കൂടി ഞാൻ അങ്ങോട്ടേക്ക് മാറി നിന്നേരം വേറെ ഇതേമാതിരി ഇതുവരെ ബോളറിന് കളിക്കേണ്ട കളിയായിരുന്നു. അതിൻ്റെ അകത്തൊരു പന്ത്രണ്ടായിരം ഇങ്ങനെ എറിഞ്ഞ് കളിക്കാൻ ബാസ്കറ്റ് ബോൾ. കുറേ കൂടി ഇങ്ങോട്ട് വന്നേരം നമ്മൾ സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു കുറേ ബൈക്കെല്ലാം ഇങ്ങനെ ഓടിച്ച് കളിക്കണ്ടേ. ബൈക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വേറെയും ഉണ്ടായിരുന്നു ഐറ്റംസ്. പിന്നെ താഴെ ഡൗൺ സ്റ്റെയർ വന്നേരം ഇതുപോലെ ഓസ്കാറിനെ കണ്ട കേട്ടോ. ഓസ്കാറിൻ്റെ മേലെ തന്നെ നമ്മളെ പക്ഷി, നമ്മളെ പാരറ്റ്, പിന്നെ വേറെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. അതിനാണ് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. കറുത്ത ഓസ്കാർ ഇതുവരെ വെള്ള ഓസ്കാറിനെ കണ്ടേ. കുറച്ചും കൂടി ഇപ്പുറത്ത് വന്നേരം നമ്മളെ എന്താണെന്ന് ഫസ്റ്റ് നോക്കിയാൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ നോക്കിയാൽ മനസ്സിലായി എന്തോ എലിയാണ്, ഹാംസ്റ്റേഴ്സ് അതിന് ഇത് സംഭവം. ഇതെല്ലാം ഇതേമാതിരി വിൽക്കുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ എൻ്റെ അറിവിൽ നമ്മുടെ നാട്ടിൽ ഇതുമാതിരി എലീനൊന്നും വിൽക്കുന്ന ഷോപ്പ് ഞാൻ കണ്ടെത്തേ ഇല്ല. എന്തായാലും എലീനെല്ലാം കണ്ടെത്തി പിന്നെ ഞാനങ്ങ് മേലോട്ടങ്ങ് പോയി കേട്ടോ. മേലോട്ടങ്ങ് പോയിട്ട് നമ്മൾ നേരെ നമ്മളെ ലുലുന്നങ്ങ് ഇറങ്ങി. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് സാധാ ചോറേനും കഴിച്ചത്. ചോറും പിന്നെ സാമ്പാറും പച്ചടിയും പിന്നെ എന്തോ ഒരു വറവുണ്ടായിരുന്നു, അതും അങ്ങെടുത്ത് നമ്മളെ പയറെല്ലാം കൂട്ടിയിട്ടുള്ള ഇതും പിന്നെ ഒരു പയറിൻ്റെ വേറെ ഒരു വറവും അതെല്ലാം കൂട്ടി ഞാനങ്ങ് ചോറങ്ങ് കഴിച്ചേട്ടാ. ചോറ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം വൈകുന്നേരം ഒരു ബന്നും ക്രീം ബന്നും പിന്നെ ഒരു ചായയും അങ്ങ് കുടിച്ച്. നല്ല ചൂട് ചായയും നല്ല ക്രീം ബന്നും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. എന്തായാലും ചായയെല്ലാം കുടിച്ചെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ വിശപ്പെന്തോ മാറിയില്ല. പിന്നെ ഒരു ക്രീം ബന്നും കൂടി ഞാനങ്ങ് മേടിച്ചേട്ടാ. അങ്ങനെ ഈ ക്രീം ബന്ന് അതെല്ലാം അകത്താക്കിയിരുന്നു. ഏകദേശം വയറെല്ലാം ചെറുങ്ങനെ ഫില്ലായി പോയേട്ടാ. പിന്നെ രാത്രിയല്ല സോറി ഈ ഒരു സോൾട്ടഡ് നമ്മളെ കടല ഉണ്ടായിരുന്നു. അതും കൂടി ഞാനങ്ങ് തിന്നെടുത്ത്. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്താണെന്നറിയില്ല, കടല എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയതൊന്നും അറിയില്ല. എനിക്ക് സംഭവം ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒറ്റ ഇരിപ്പിന് തന്നെ ഞാൻ ആ പാക്കറ്റ് കളിയാക്കി. പിന്നെ രാത്രി തിന്നാനൊന്നും നിന്നില്ല. നേരെ ട്രെയിനും കയറി തിരിച്ച് നാട്ടിലേക്ക് എത്തി.